ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കിച്ചൺ ടിപ്സ് ആണ്. അപ്പോൾ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരമാവുന്ന കുറച്ച് കിച്ചൺ ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഈ ടിപ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചെറിയ മീനുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കത്തിയും കത്രികയും ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ആക്കുന്ന ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടേക്കൊക്കെ ഈ ഒരു മീനിന് പറയാം നെത്തൽ എന്നാണ്. അപ്പോൾ ഈ ഒരു നെത്തൽ മീൻ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കുന്നതാണ് കാണിക്കുന്നത്. ഒരു കത്തിയോ കത്രികയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മൾ കൈ വെച്ചിട്ട് ഇതിൻ്റെ തലഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്താൽ മാത്രം മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എത്ര മീൻ വേണമെങ്കിലും ക്ലീൻ ആക്കി എടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു മീനൊക്കെ നമുക്ക് ക്ലീൻ ആക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ മീനും നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. ഈ ഒരു നെത്തൽ മീൻ ക്ലീൻ ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്. തലഭാഗം ഒന്ന് നുള്ളിയെടുക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ആ ഒരു കുടലിൻ്റെ ഭാഗവും ഒന്ന് ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് നുള്ളിയെടുത്താൽ മതി. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എത്ര മീൻ വേണമെങ്കിലും ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മീനാണ് ഇത്. അപ്പം നമ്മുടെ നാട്ടിലേക്കൊക്കെ ഈ ഒരു മീനിന് പറയാൻ നെത്തൽ എന്നാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് എന്താണ് ഈ ഒരു മീനിന് പറയുക എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇതേപോലത്തെ നെത്തൽ മീനൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ തലഭാഗവും കുടലിൻ്റെ ഭാഗവും ഒന്ന് നുള്ളിയെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ടിപ്പ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ പഴമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്ക് അത് കറുത്ത് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ കറുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മുടെ പഴമൊന്നും പെട്ടെന്ന് പഴുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇതേപോലെ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് പൊതിഞ്ഞ് കൊടുക്കാം. ഇങ്ങനെ പൊതിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ പഴം ഒന്നും പഴുത്ത് പോകില്ല. കുറേ കാലം നമുക്ക് കിട്ടും. ഒരാഴ്ചക്ക് മേലെ തന്നെ നമ്മളെ പഴം കറക്കാതെ ഫ്രിഡ്ജിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ പഴുത്ത് പോകുന്ന മൈസൂർ പഴമാണ്. അപ്പോൾ നമുക്ക് 2 ദിവസത്തേക്ക് ആവശ്യത്തിനുള്ളത് പുറത്ത് വെച്ചിട്ട് ബാക്കിയുള്ള പഴം നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഇതേപോലെ ഒന്ന് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് ഒരു കവറിലിട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മുടെ പഴമൊന്നും കറുത്ത് പോവാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് പഴമൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇതേപോലെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് കവറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ പകുതി എടുത്തതിന് ശേഷം ബാക്കി ഫ്രിഡ്ജിൽ നിന്നും എടുത്തതാണ്. അപ്പോൾ ഈ ഒരു പഴമൊന്നും കറുത്ത് പോയിട്ടൊന്നുമില്ല. ആ ഒരു പച്ച കളർ വരെ ആ ഒരു പഴത്തുമ്മലുണ്ട്. അപ്പോൾ അധികം പഴുക്കാതെ കറുത്ത് പോവാതെ തന്നെ നമുക്ക് ഇതേപോലെ ഫ്രിഡ്ജിൽ ഒരുപാട് കാലം നമുക്ക് പഴം കറുത്ത് പോവാതെ സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകാറുണ്ട്. അപ്പോൾ ഈ കറണ്ട് പോകുന്ന സമയത്തൊക്കെ നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ മെഴുകുതിരിയൊക്കെ കത്തിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റാൻഡിന് പകരമായിട്ട് ഇതേപോലെ ഒരു ബോട്ടിലിൻ്റെ ഒരു മൂടി ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ മെഴുക് ഉറ്റിച്ച് കൊടുത്തിട്ട് മെഴുക് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡിന് പകരമായിട്ട് ഈ ഒരു മൂടി ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ മെഴുകൊക്കെ ഉരുകി വീഴുന്നതൊക്കെ ആ ഒരു മൂടിയിലേക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ബോട്ടിലിൻ്റെ മൂടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് സ്റ്റാൻഡാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് അരിയൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് അരിയൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെള്ള് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് അരി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 കുടം വെളുത്തുള്ളി ഇതേപോലെ വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്കും നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ അരിയിൽ ചെള്ളൊന്നും വരില്ല. ഈ ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ല് കാരണം ചെള്ളൊന്നും വരില്ല. അപ്പോൾ നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഈ അരി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും.
അപ്പോൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എത്രയാണോ അരി ഉള്ളത് അങ്ങനെ നമുക്ക് ഇതേപോലെ ലെയറായിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് അരി ഇട്ട് കൊടുത്ത് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഈ രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒരുപാട് ചക്കക്കുരുവൊക്കെ കിട്ടുന്ന സീസണാണല്ലോ. അപ്പോൾ നമുക്ക് ഒട്ടും രുചി പോവാതെ തന്നെ ഒരുപാട് നാൾ ചക്കക്കുരുവൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള ടിപ്പാണ്. ചക്കക്കുരു നമ്മൾ ചക്കയിൽ നിന്ന് എടുത്തതിന് ശേഷം ഒരു ദിവസം വീടിനുള്ളിലിട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം. സൂര്യപ്രകാശമൊന്നും കൊള്ളിക്കാതെ ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു കവറിലിട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ചക്കക്കുരു ഒരുപാട് നാൾ രുചിയൊന്നും പോവാതെ സൂക്ഷിച്ച് വെക്കാൻ കഴിയും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ കഞ്ഞിയും ചോറും ഒക്കെ നമ്മൾ കുക്കറിൽ വെക്കുന്ന സമയത്ത് അത് വിസിലടിക്കുമ്പോൾ ഒരുപാട് വെള്ളം പുറത്ത് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ കുക്കറിൽ കഞ്ഞിയോ ചോറോ ഒക്കെ വെക്കുന്ന സമയത്ത് അരിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ മൂടി വെക്കുന്നതിന് മുമ്പായിട്ട് കുക്കറിൻ്റെ മൂടിയിൽ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ കുക്കറിൻ്റെ മൂടിയുടെ എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വിസിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം വിസിലടിയുമ്പം പുറത്തേക്ക് വരില്ല. അപ്പോൾ കഞ്ഞി വെക്കുമ്പോഴും ചോറ് വെക്കുമ്പോഴൊക്കെ കുക്കറിൽ വെക്കുമ്പോൾ നമുക്ക് ഉള്ളൊരു പ്രധാന പ്രശ്നമാണ് വെള്ളം ഒരുപാട് പുറത്തേക്ക് ചീറ്റുന്നത്. അപ്പോൾ അങ്ങനെ ചീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒന്ന് മൂടിയിൽ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വെയിറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്ത് ചാടാതെ വിസിലടിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്ത് ചാടാതെ നമുക്ക് ചോറും അതേപോലെ തന്നെ കഞ്ഞിയൊക്കെ റെഡിയാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ വെള്ളം ചീറ്റുന്നതൊക്കെ കുറഞ്ഞ് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ബിസ്ക്കറ്റിൻ്റെ പാക്കൊക്കെ പൊട്ടിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബോട്ടിലിൽ ഇട്ട് വെച്ചാലും ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ആ ക്രിസ്പിനെസ്സൊക്കെ പോവാറുണ്ട്. അപ്പം ബിസ്ക്കറ്റൊക്കെ തണുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബോട്ടിലേക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ഒരു സ്പൂണ് പഞ്ചസാര ഒന്ന് ആ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ബിസ്ക്കറ്റ് വെക്കുകയാണെങ്കിൽ ആ ഒരു ക്രിസ്പിനെസ് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു വീഡിയോയിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.